നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ISL എന്ന് നടക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാതെ പോവുകയാണ്. AFFന്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ എന്തായാലും ISL നടക്കും എന്നൊരു പ്രോമിസൊക്കെ തന്നിട്ടുണ്ടെങ്കിലും എന്നതിന് വ്യക്തമായൊരു ഉത്തരം അദ്ദേഹത്തിനുമില്ല. ഈ സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം 8 ക്ലബ്ബുകൾ AFFന് കത്തയച്ച കാര്യം ഇന്നലെ പുറത്തേക്ക് വന്നത്. ആ കത്തിൽ എന്തൊക്കെയാണ് എഴുതിയിരുന്നത് അതിൻ്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മെർക്കുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് 8 ക്ലബ്ബുകൾ എഴുതുന്നത് എങ്ങനെയാണ്: ഒരു പ്രോപ്പർ ഇൻട്രാക്ഷൻ ഇല്ല, ലാക്ക് ഓഫ് ടേക്കിംഗ് ക്ലബ്സ് ഇൻ ടു കോൺഫിഡൻസ്, ക്ലബ്ബുകളെ കോൺഫിഡൻസിൽ എടുക്കുന്നില്ല. അത് AFFന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ റൈറ്റ് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എങ്ങനെയുണ്ട്. സോ ക്ലബ്സ് ഇപ്പം വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. അവരുടെ പ്ലാനുകൾ, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ഓപ്പറേഷൻ നടത്താൻ വേണ്ട ആ ഒരു സെർട്ടനിറ്റി ഇപ്പോൾ ലഭിക്കുന്നില്ല. ആ ഒരു വിസിബിലിറ്റി ആൻഡ് സെർട്ടനിറ്റി ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ക്ലബ്ബുകൾ ഉള്ളത്. ഇത് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഷോർട്ട് ടേം ഡിസിഷനിൽ മാത്രമല്ല, ഇപ്പോൾ അത് ബിഗിനിങ് ടു എഫക്റ്റ് ദി സ്ട്രക്ചറൽ ബാക്ക് ബോൺ ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള നട്ടലിന് പോലും, സ്ട്രക്ചറൽ ബാക്ക് ബോണിന് പോലും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് ഒരു കൺസ്ട്രക്റ്റീവ് ഡയലോഗ് AFFും ഈ ക്ലബ്ബുകളും തമ്മിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് 8 ക്ലബ്ബുകൾ, ബംഗളൂരു FC, ജംഷഡ്പൂർ FC ഗോവ, ഹൈദരാബാദ് FC, കേരള ബ്ലാസ്റ്റേഴ്സ് FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഒഡീഷ FC, പഞ്ചാബ് FC എന്നിവർ ഒപ്പിട്ടുകൊണ്ടാണ് ഈ ഒരു കത്ത് അയച്ചിട്ടുള്ളത്. അതേസമയം 3 കൊൽക്കത്ത ജയൻസ്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സ്പോർട്ടിങ്ങും ഈ ഒരു ലെറ്ററിൽ സൈൻ ചെയ്തിട്ടില്ല. മുംബൈ സിറ്റി FCയും ചെന്നൈയിൻ FCയും ഇതിൽ നിന്ന് വിട്ടുനിന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ 8 ക്ലബ്ബുകൾ തീർച്ചയായിട്ടും അവരുടെ യൂത്ത് ഡെവലപ്മെൻറ്റ്, പ്ലെയർ റിക്രൂട്ട്മെൻറ്റ്, സ്റ്റാഫിങ്, ബജറ്റിങ്, ഗ്രാസ് റൂട്ട് പ്രോഗ്രാമിങ്, ഇതിനെല്ലാം ഒരുപാട് മാസക്കാലത്തെ വർക്കുകൾ ആവശ്യമാണ്, അഡ്വാൻസ് പ്ലാനിങ് ആവശ്യമാണ്. അത് ഇപ്പോൾ വല്ലാതെ ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് ടു സസ്റ്റെയിൻ എന്ന രൂപത്തിലേക്ക് നിലനിന്ന് പോവുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടായ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. സംഗതി വളരെ വ്യക്തമാണത്. വാക്കുകൾ എങ്ങനെയാണ്: ദി ലോങ്ങർ ദിസ് അൺസർട്ടനിറ്റി കണ്ടിന്യൂസ്, ദി ഗ്രേറ്റർ ദി റിസ്ക് ദാറ്റ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വൺ പ്രോഗ്രസ് മേ ബിഗിൻ ടു അൺറൈവൽ. പറയുമെങ്കിൽ മിക്ക ക്ലബ്ബുകളും ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. അവരുടെ യൂത്ത് ഓപ്പറേഷൻസ് നിർത്തിവെക്കേണ്ട രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. സ്കൗട്ടിങ് ഹാൾട്ട് ചെയ്യുന്നു, കോച്ചിങ്, അക്കാഡമി റിലേറ്റീവ് ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ ഈ ഒരു അൺസർട്ടനിറ്റി വല്ലാതെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്ട്രക്ചറിനെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലാണ്. ഞങ്ങൾ എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ടാലൻറ്റിനെ നെർച്ചർ ചെയ്യുന്നതിൽ അതിന് ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അൺസർട്ടനിറ്റി വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക, ടു കോൺട്രിബ്യൂട്ട് വേർ എവർ പോസിബിൾ ടു ദി പ്രോസസ് ഓഫ് റെസൊല്യൂഷൻ. ക്ലബ്ബുകൾ എന്ന നിലയിൽ ഞങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഡീപ്ലി കമ്മിറ്റഡ് ആണ്. എന്തായാലും ഈ ഒരു കറണ്ട് ചാലഞ്ച് ഓവർകം ചെയ്യാൻ ഗവേണിംഗ് ബോഡിയോടൊപ്പം വർക്ക് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലൊരു സ്ഥിതിവിശേഷം നമുക്കറിയാമല്ലോ, ഒട്ടും ശുഭകരമായിട്ടുള്ള ഒന്നല്ല. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.